നമസ്കാരം. വയനാട്ടിലെ ദുരന്തത്തെക്കുറിച്ച് നമ്മളെല്ലാവരും അറിഞ്ഞിട്ടുള്ളതാണല്ലോ. വീടും കുടുംബവും കൂടെ പിറന്നവരെയുമൊക്കെ നഷ്ടപ്പെട്ട് ജീവിതത്തിൻ്റെ വലിയൊരു പ്രതിസന്ധി കാലത്തെ നേരിടുന്ന നമ്മുടെ സഹോദരങ്ങളുടെ കൂടെ നിൽക്കേണ്ടുന്ന, അവരെ ചേർത്ത് നിർത്തേണ്ടുന്ന സമയം കൂടിയാണ്. ഓരോ പ്രതിസന്ധി കാലത്തെയും നമ്മൾ എങ്ങനെ അതിജീവിച്ചു എന്നത് നമുക്കറിയാവുന്നതുമാണ്. ഇപ്പോഴും നമ്മൾ ഒരുമിച്ച് നമ്മളെ കൊണ്ടാവുന്നത് അവർക്ക് വേണ്ടി ചെയ്യണം. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് നമ്മളെ കൊണ്ടാവുന്നത് പോലെ നമുക്ക് ഡൊണേറ്റ് ചെയ്യാം. നമുക്ക് ഒരുമിച്ച് നിൽക്കാം. സോണി ലിവിലൂടെ പുതുതായി റിലീസ് ചെയ്ത ഒരു വെബ് സീരീസിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ മൺസൂൺ മീഡിയയിൽ സംസാരിക്കുന്നത്. സൂര്യ മനോജ് വാങ്കല സംവിധാനം ചെയ്ത ബൃന്ദ ഒറിജിനൽ തെലുഗുവിലാണ്, മലയാളം ഡബ്ബ് കൂടെ ലഭ്യമാണ്. ഞാൻ കണ്ടത് മലയാളമാണ്. അത്ര മികച്ച ഡബ്ബിംഗായി തോന്നിയില്ല. അതുകൊണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒറിജിനൽ തന്നെ പരിഗണിക്കാം. തൃഷ, ഇന്ദ്രജിത്ത്, ജയപ്രകാശ്, രവീന്ദ്ര വിജയ് തുടങ്ങിയവരൊക്കെയാണ് പ്രധാന വേഷങ്ങളിൽ എത്തിയിരിക്കുന്നത്. ഈ അടുത്ത് ഒട്ടേറെ സീരീസുകൾ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ആദ്യത്തെ സീസണൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടതാണ്. പുതിയ സീസൺ വന്നപ്പോൾ കാണാനുള്ളൊരു സാവകാശം കിട്ടിയില്ല എന്നുള്ളതാണ് വസ്തുത. പഞ്ചായത്ത്, മിർസാപൂർ, കോട്ട ഫാക്ടറി ഒക്കെ അങ്ങനെ കാണാൻ പെൻഡിങ്ങിൽ വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ബൃന്ദ കാണാൻ കാരണം ചോദിച്ചാൽ ത്രില്ലറാണ്. ത്രില്ലറുകളിൽ ഒരു താല്പര്യം കൂടുതലുള്ളതുകൊണ്ട് കണ്ടു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബൃന്ദയെക്കുറിച്ചാണ് പറയുന്നത്. സീരീസിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് ഒരു കായലിന്റെ അരികിൽ അഴുകിയ ബോഡി കാണപ്പെടുന്നു. പ്രാഥമികമായി അതൊരു ആത്മഹത്യ ആയിരിക്കാമെന്നുള്ള അനുമാനത്തിൽ കൂടെയുള്ള പോലീസുകാരൊക്കെ എത്തിയെങ്കിലും കൊലപാതകമാണെന്നാണ് ബൃന്ദയുടെ പക്ഷം. അവിടുത്തെ സ്റ്റേഷനിൽ പുതുതായി അപ്പോയിന്റ് ചെയ്യപ്പെട്ട SI ആണ് ബൃന്ദ. ഇത് ആത്മഹത്യയാണെന്ന് മറ്റെല്ലാവരും സമർത്ഥിക്കാൻ ശ്രമിക്കുമ്പോഴും കൃത്യമായ സയന്റിഫിക് എവിഡൻസുകൾ നിരത്തി ബൃന്ദ തന്റെ പക്ഷം പറയുന്ന ഒരു സ്ത്രീയാണല്ലോ എന്ന രീതിയിലാണ് സുപ്പീരിയർ ഓഫീസർ പെരുമാറുന്നത്. കൊലപാതകമായിരുന്നോ അതല്ല ആത്മഹത്യ ആയിരുന്നോ എന്നതിലേക്ക് എത്തുന്ന സമയം കൊണ്ട് തന്നെ പ്രധാന കഥാപാത്രങ്ങളെ, അവരുടെ സ്വഭാവത്തെയൊക്കെ ഒരു പരിധിവരെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സംവിധായകന് സാധിക്കുന്നുമുണ്ട്. ശേഷം എന്തായാലും കണ്ടു തന്നെ അറിയാം. അന്വേഷണത്തിന്റെ ഓരോ ഘട്ടത്തിലും പുതിയ സത്യങ്ങൾ അറിയുന്നതും അതിലെ ട്വിസ്റ്റുകളും ടേണും ഒക്കെയാണ് സീരീസിനെ ഇൻട്രസ്റ്റിംഗ് ആക്കി നിർത്തുന്നത്. ഏകദേശം 40 മിനിറ്റ് ദൈർഘ്യം വരുന്ന 8 എപ്പിസോഡുകളായാണ് കഥ മുന്നോട്ട് പോകുന്നത്. ഇതിൽ കഥ നടക്കുന്ന കാലത്തിനാണ് സ്ക്രീൻ സ്പേസ് കൂടുതലെങ്കിലും ബൃന്ദയുടെ ചെറുപ്പകാലത്ത് സംഭവിച്ച കാര്യങ്ങൾ, അതിൻ്റെ ഇമ്പാക്റ്റ് ഇപ്പോഴും ജീവിതത്തിലുള്ളതിനെക്കുറിച്ച്, മറ്റ് കഥാപാത്രങ്ങൾ വരുമ്പോൾ അവരുടെ കഴിഞ്ഞ കാലം എങ്ങനെയാണ് സ്വഭാവ രൂപീകരണത്തിലേക്ക് നയിച്ചത് എന്നൊക്കെ ഡീറ്റെയിൽഡായി തന്നെ സീരീസ് പറയുന്നുണ്ട്. ചില കാര്യങ്ങൾ പ്രഡിക്റ്റബിൾ ആണ്. ചിലയിടങ്ങളിൽ ലെങ്ത് അല്പം കുറക്കാമായിരുന്നു എന്നും തോന്നി. അപ്പോഴും മികച്ച പ്രകടനങ്ങളും എൻഗേജിംഗ് ആയ കഥയും ബൃന്ദ ഒരു നല്ല കാഴ്ച തന്നെ സമ്മാനിക്കുന്നുണ്ട്. തൃഷയാണ് ടൈറ്റിൽ വേഷത്തിലെത്തിയിരിക്കുന്നത്. നന്നായി പെർഫോം ചെയ്യാനുള്ള സ്പേസ് ആ കഥാപാത്രത്തിന് സീരീസിലുണ്ട്. കിട്ടില്ലനായി തന്നെ ചെയ്തിട്ടുമുണ്ട്. കുറച്ച് പ്രത്യേകതകളൊക്കെ ഉള്ള ഒരു കഥാപാത്രമാണ് ബൃന്ദ. പ്രത്യേകിച്ച് കുട്ടിക്കാലത്തെ ഓർമ്മകളൊക്കെ സ്വപ്നങ്ങളായി വീണ്ടും വരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട് ആ കഥാപാത്രത്തിൽ. കൺവിൻസിംഗ് ആയി തന്നെ തൃഷ ആ സെക്ഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ആ കഥാപാത്രത്തിൻ്റെ ഗ്രോത്ത് ഒക്കെ തൃഷയുടെ കയ്യിൽ ഭദ്രമായിരുന്നു. സീനിയറുമായിട്ടുള്ള പ്രശ്നങ്ങളിൽ, സാരഥിയുമായിട്ടുള്ള സൗഹൃദത്തിൽ, അന്വേഷണത്തിലെ ഓരോ ചുവടുകൾ മുന്നോട്ട് പോകുമ്പോൾ അതിലെ പ്രതിസന്ധികളിലൊക്കെ തൃഷയുടെ പ്രകടനം തീർച്ചയായും പരാമർശിക്കേണ്ടത് തന്നെയാണ്. സാരഥി എന്ന കഥാപാത്രമായിരുന്ന രവീന്ദ്ര വിജയ് സീരീസ് കണ്ടു കഴിഞ്ഞാലും മനസ്സിൽ നിൽക്കുന്ന ഒരു കഥാപാത്രം. അത്രയും രസകരമായി ആ കഥാപാത്രത്തെ കൊണ്ടുപോയിട്ടുണ്ട്. ഇന്ദ്രിയത്തിൻ്റെ പ്രകടനവും സീരീസിൽ നല്ലതായിരുന്നു. വേറെയും ഒട്ടനവധി കഥാപാത്രങ്ങൾ സീരീസിൽ പ്രാധാന്യത്തോടെ വരുന്നുണ്ട്. എല്ലാവരും അവരുടെ റോളുകളോട് നീതി പുലർത്തി എന്ന് തന്നെയാണ് തോന്നിയത്. അതിൽ തന്നെ ഇതിൻ്റെ ഫ്ലാഷ് ബാക്ക് സീനുകളിൽ വരുന്നവരുടേത് കിട്ടലായിരുന്നു. എനിക്ക് തോന്നുന്നു ആ സെക്ഷൻസ് അത്രയും ഇമ്പാക്റ്റ് ഉള്ളതായി മാറുന്നതിൽ പ്രകടനം പ്രധാന പങ്ക് തന്നെ വഹിച്ചിട്ടുണ്ട്. ആദ്യത്തെ 3 എപ്പിസോഡുകൾ നോക്കിയാൽ പശ്ചാത്തലത്തെ കൃത്യമായി ബിൽഡ് ചെയ്യുകയാണ്. അതിനിടയിൽ തന്നെ കഥാപാത്രങ്ങൾക്കിടയിലുള്ള ഇക്വേഷൻസ് ഒക്കെ എങ്ങനെയാണ് വരുന്നത് എന്നുകൂടെ കൃത്യമായി സൂചിപ്പിക്കുന്നുണ്ട്. സ്ലോ സ്പേസിൽ അത്യാവശ്യം എൻഗേജിംഗ് ആയി തന്നെ മുന്നോട്ട് പോകുന്നു. അവസാനത്തെ 3 എപ്പിസോഡുകളാണ് എനിക്ക് നല്ല രീതിയിൽ വന്നു എന്ന് അനുഭവപ്പെട്ടത്. ടെക്നിക്കൽ സൈഡിൽ ഛായാഗ്രഹണം, പശ്ചാത്തല സംഗീതം എന്നിവ എടുത്തു പറയേണ്ടുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതിൻ്റെ ഒരു മിസ്റ്ററി ഫീലൊക്കെ നൽകി ഉടനീളം പോകുന്നുമുണ്ട്. വിശ്വാസം, അന്ധവിശ്വാസം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചാണ് സീരീസ് കാര്യമായി സംസാരിക്കുന്നത്. അതിൻ്റെ ഒരു സ്പേസ് ബിൽഡ് ചെയ്യുന്നത് കൺവിൻസിംഗ് ആയി തന്നെയാണ് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. പ്രത്യേകിച്ച് അതിലെ പ്രധാന വിഷയമൊക്കെ നല്ല രീതിയിൽ തന്നെ സംവിധായകൻ സ്ക്രീനിൽ കൊണ്ടുവരുന്നുമുണ്ട്. മികച്ച രീതിയിൽ വന്നില്ല എന്ന നിലയിൽ അനുഭവപ്പെട്ട ചില കാര്യങ്ങളിൽ ഒന്ന് ബൃന്ദയും സഹോദരിയും തമ്മിലുള്ള കാര്യങ്ങളാണ്. ഇതിൻ്റെ അവസാനം ഇങ്ങനെയൊക്കെ വന്നേക്കാം എന്ന പ്രഡിക്റ്റബിലിറ്റി ഒരു വശത്ത് നിൽക്കുമ്പോഴും അവർക്കിടയിൽ എന്നതിനെ കാര്യമായി തിരക്കഥ പരിഗണിച്ചിട്ടില്ല. പിന്നെ ഈ കഥാപാത്രങ്ങളെ ഇന്ന ആൾ ചെയ്യുന്നു എന്നതുകൊണ്ടുള്ള പ്രഡിക്റ്റബിലിറ്റി കൂടെ വരുന്നുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ എന്തായാലും ഇപ്പോൾ കടക്കുന്നില്ല. കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ അത് അങ്ങനെ ഫീൽ ചെയ്യണമെന്നില്ല. അപ്പോൾ ഒരു സ്പോയിലർ ആയേക്കാം. ഇമോഷണൽ സീനുകൾ എന്ന നിലയിൽ കൊണ്ടുവന്നതിനേക്കാൾ സിമ്പിൾ ആയിട്ടുള്ള സീനുകൾക്കാണ് കുറച്ചുകൂടെ ഇമ്പാക്റ്റ് ഉള്ളതായി തോന്നിയത്. ഒരുപക്ഷെ അത് ഡബ്ബിങ്ങിൻ്റെ കൂടെ വിഷയമായേക്കാം. എന്നെ സംബന്ധിച്ചിടത്തോളം വർക്കായ സീരീസാണ് ബൃന്ദ. ചില പ്രശ്നങ്ങൾ കാണുമ്പോൾ തോന്നിയിരുന്നു എങ്കിൽ കൂടെയും എൻഗേജിംഗ് ആയി തന്നെ കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ഇതിൽ വില്ലൻ ആരാണ് എന്നൊക്കെ ഒരു ഘട്ടം കഴിയുമ്പോൾ പ്രേക്ഷകർക്കും അറിയാൻ സാധിക്കും. പ്രഡിക്ഷൻ അല്ല, കഥയിൽ തന്നെ പറയുന്നതാണ്. അപ്പോഴും അവിടെ വരെ എത്തിയത് എന്നതിലെ ചുരുളഴിയാത്ത രഹസ്യങ്ങൾ നിൽക്കുന്നു എന്നുകൊണ്ട് തുറന്ന് കാണുമ്പോഴും അത്രയിൽ നഷ്ടപ്പെടുന്നില്ല എന്നത് ഒരു പ്രധാന കാര്യമാണ്. അത് അവസാനം വരെ കൊണ്ടുപോകാനും സാധിക്കുന്നുണ്ട്. നിങ്ങളും സീരീസ് കണ്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുന്നു വരുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ. ബൈ ബൈ.